എന്താ കിതാബ് ഇല്ലാന്നാണ് പറയാ. അത് സമുദായത്തെ അതിന്റെ പേരിൽ എങ്ങനെയെങ്കിലും ഇളക്കാൻ ശ്രമിക്കുക, വികാരമുണ്ടാക്കാൻ ശ്രമിക്കുക. അതാണ് ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ ബാലുശ്ശേരി പറഞ്ഞത് തീർത്ത് നിങ്ങളൊന്ന് കേൾക്കുക. ബാലുശ്ശേരി പറഞ്ഞ വാചകം മുഴുവനായി നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ മനസ്സിലാവും ബാലുശ്ശേരിയുടെ വക പറഞ്ഞതല്ല, ഇത് സുഫ്യാൻ സൗരി പറഞ്ഞുവെന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ധരിച്ചതാണ് എന്ന് അവിടെ ബോധ്യമാകും. നിങ്ങൾ ശ്രദ്ധിക്കുക. പണ്ഡിതന്മാർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ നമുക്കിങ്ങനെ സംഭവിക്കുമായിരുന്നില്ല. മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, ഇബ്നു ഉമർ എല്ലാ ബിദ്അത്തും വഴികേടാണ്, വകുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ വഴികേടും ബിദ്അത്താണ്. നിങ്ങൾ മനസ്സിലാക്കണം ആ ബിദ്അത്ത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ജനങ്ങൾ അതിനെ നല്ലതായി കണ്ടാലും ശരി, ബിദ്അത്തിനെ ജനങ്ങൾ നല്ലതായി കണ്ടാലും ശരി, അത് വഴികേടാണ്. വകുല്ലു ബിദ്അത്തിൻ ളലാല, ആ വഴികേടുകളെല്ലാം നരകത്തിലേക്കാണ്. ഈ വസ്തുത നമ്മൾ മനസ്സിലാക്കണം. ഇത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നതാണ്. സുഫിയാനു സൗരി റഹ്മത്തുള്ളാഹി അലൈഹി, സുഫിയാനു സൗരി പറയാൻ, നോക്ക്, തിന്മകളേക്കാൾ പിശാചിന് ഏറ്റവും ഇഷ്ടം ബിദ്അത്താണ്. ഒരു തിന്മ ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ, ഒരാൾ മദ്യപിക്കുന്നതിനേക്കാൾ, ഒരാൾ പലിശ കൊടുക്കുന്നതിനേക്കാൾ, ഒരാൾ ഈ നിലക്ക് അധർമ്മം പ്രവർത്തിക്കുന്നതിനേക്കാൾ, അളവിലും ദുഃഖത്തിലും കൃത്രിമം പ്രവർത്തിക്കുന്നതിനേക്കാൾ പിശാചിന് ഏറ്റവും ഇഷ്ടം നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടപ്രാർത്ഥനയാകുന്ന ബിദ്അത്ത്, സുബഹിക്ക് ശേഷമുള്ള കുനൂത്താകുന്ന ബിദ്അത്ത്, ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ വലിയ തിന്മ. സുബ്ഹാനല്ലാഹ്, ഇത് പറഞ്ഞവൻ KNM പ്രസിഡന്റ് അല്ല, സെക്രട്ടറി അല്ല. സമൂഹമേ, നിങ്ങൾക്ക് എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ട് നിങ്ങൾക്കിത് മനസ്സിലാകുന്നില്ല? ഒരാൾ വ്യഭിചരിക്കുന്നത് കണ്ടാൽ, മറുഭാഗത്തൊരാൾ നമസ്കാരാനന്തര കൂട്ടുപ്രാർത്ഥന കണ്ടാൽ പിശാച് ഏറെ സന്തോഷിക്കുക. വ്യഭിചരിക്കുന്ന പ്രവൃത്തിയല്ല ഈ കൂട്ടുപ്രാർത്ഥന നടത്തുന്ന മുസ്ലിയാരെ കൊണ്ടാണ് എന്ന് പറയുന്നത് സുഫിയാനു സൗരിയാണ്. സുഫിയാനു സൗരി KNM പ്രസിഡന്റ് അല്ല. മനുഷ്യരെ, ഇനിയെങ്കിലും നിങ്ങൾക്ക് ഇത് മനസ്സിലാകുമോ? എനിക്കറിയില്ല. അപ്പൊ കണ്ടോ, സ്വന്തം വക പറഞ്ഞതല്ല, അദ്ദേഹം തന്നെ പറഞ്ഞു. ഇത് പറഞ്ഞത് KNM പ്രസിഡന്റ് അല്ല, മുജാഹിദ് പണ്ഡിതന്മാരല്ല, മറിച്ച് സുഫിയാൻ സൗരിയാണ് പറഞ്ഞത് എന്ന് മുജാഹിദ് ബാലുശ്ശേരി വ്യക്തമാക്കി. ആ ക്ലിപ്പ് ഇറങ്ങിയ കാലത്ത് അലവി സഖാഫി ചാടിയത്ത് പ്രസംഗിച്ചു. ആ ചാടിയ പ്രസംഗത്തിന് അലവി സഖാഫി ഇത് കേൾപ്പിച്ചിട്ട് പറഞ്ഞു, സുഫിയാൻ സൗരി പറഞ്ഞിട്ടില്ല, തെളിയിക്കാനാവില്ല, കാണിക്കാനാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് വെല്ലുവിളിച്ച്. എന്താ വെല്ലുവിളി എന്നറിയോ? കേൾക്കേണ്ട വെല്ലുവിളി തന്നെയാണ്. ശ്രദ്ധിച്ചോളൂ നിങ്ങൾ. ചാടിയത്ത് അലവി സഖാഫി ഈ ക്ലിപ്പ് നടത്തിയ വെല്ലുവിളി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ പറഞ്ഞിട്ടില്ല. പറഞ്ഞത് കാണിക്കാൻ കഴിയുമെങ്കിൽ സക്കറിയാ സലാഹിയെ 1000 കുതിരശക്തിയോടെ ഞാൻ വെല്ലുവിളിക്കുന്നു. എന്താ ഊറ്റെന്നറിയോ? കാണിക്കാൻ പറ്റോ? തെളിയിക്കാൻ പറ്റോ? പറഞ്ഞിട്ടില്ല. ഏതെല്ലാം ബാലുശ്ശേരിയെ വ്യക്തിപരമായി പോലും വിളിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ടുള്ള ഈ വെല്ലുവിളി അവിടെ മുജാഹിദ് ഏറ്റെടുത്തു. ഒന്നിന് പിറകെ ഒന്നായി കിതാബുകൾ എണ്ണി വായിച്ചു കൊടുത്തു. ഇത് എവിടെയാ വന്നത് എന്ന് എണ്ണി മുജാഹിദ് വായിച്ചു കൊടുത്തു. സ്വന്തം വക പറഞ്ഞതല്ല എന്ന് ബോധ്യപ്പെടുത്താൻ എത്ര മുൻഗാമി രേഖപ്പെടുത്തി വെച്ചു. ഇമാം ലാലിക്കായി തന്റെ അഹ്ലുസുന്ന വൽ ജമാഅ എന്ന കിതാബിൽ ഇത് രേഖപ്പെടുത്തിയത് കാണാം. അതേപോലെ 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ച അബൂ ഇസ്മായിൽ ഹറവി തന്റെ ദമ്മുൽ കലാമിൽ രേഖപ്പെടുത്തിയത് കാണാം. ജലാലുദ്ദീൻ സുയൂത്തിയുടെ അൽ അംറു ബിൽ ഇത്തിബായിൽ കാണാം. ഇമാം ഖുർത്തുബിയുടെ തഫ്സീർ ഖുർത്തുബിയിൽ കാണാം. ഇമാം ബഗവിയുടെ ശറഹ് സുന്നയിൽ കാണാം. ഇബ്നുൽ ജൗസിയുടെ തൽബീസ് ഇബ്ലീസിൽ കാണാം. ഇങ്ങനെ ഡസൻ കണക്കിന് കിതാബുകളിൽ നമുക്കിത് കാണാൻ കഴിയും. മുൻഗാമികളിൽ നല്ലൊരു ശതമാനം പണ്ഡിതന്മാർ ഈ വാചകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് മുജാഹിദുകൾ നാട് നീളെ ഈ കിതാബുമായി ചെന്ന് സ്ക്രീനിൽ ഇങ്ങനെ കാണിച്ച് ഓരോന്നോരോന്ന് കാണിച്ചു കൊടുത്തിട്ട് കണ്ടോ ഇതാണ് ആ വാചകം എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയപ്പോ ഇപ്പൊ മുസ്ലിയാക്കന്മാർക്ക് മനസ്സിലായി സംഗതി കിതാബ് ഉണ്ട്. പറച്ചിലെന്താ വാചകൾ ബുക്ക് കഴിച്ച് മാറി നമ്മളെ കിതാബ് ബോധിയില്ല. പക്ഷെ കിതാബിൽ എന്താണുള്ളത് അത് എന്നും മുജാഹിദുകൾ പറഞ്ഞു കൊടുക്കണം. ഇതാണ് കണ്ടപ്പോൾക്ക് മനസ്സിലായി സംഗതി കിതാബ് ഉണ്ട്. അപ്പം എന്ത് ചെയ്യാ? ഞങ്ങൾ തൽക്കാലം വെല്ലുവിളി വേണ്ട. അങ്ങനെ ഇപ്പൊ അലവി സഖാഫി വഹാബികൾക്കെതിരെ വിതരണം ചെയ്യാൻ വേണ്ടി മാത്രമായി വഹാബിസം വൈരുദ്ധ്യങ്ങളുടെ കലവറ എന്ന പേരില് സീഡി ഇറക്കിയപ്പോൾ ആ സീഡിയില് ബാലുശ്ശേരി ക്ലിപ്പിട്ടപ്പോ ചാലിയത്തെ ക്ലിപ്പിന് അത്ര തന്നെ വലിപ്പമില്ല. ക്ലിപ്പ് വലിപ്പം കുറഞ്ഞു.
സുഫിയാൻ സൗരിയുടെ പേര് പറയുന്നില്ല, അത് പോയി. സുഫിയാൻ സൗരി പറഞ്ഞു എന്നുള്ള വാചകം തന്നെ കട്ട് ചെയ്തു. എന്നിട്ട് മുജാഹിദ് ബാലിശ്ശേരി സ്വന്തം മക പറഞ്ഞതാണ് ഇത് തോന്നിപ്പിക്കും വിധം ക്ലിപ്പിട്ടിട്ട് ആ നിലയ്ക്ക് വ്യാഖ്യാനിക്കുകയും ചെയ്തു. കേട്ടോളൂ നിങ്ങൾ, എവിടെയാണ് മാറ്റം, എവിടെയാണ് വൈരുദ്ധ്യം, എവിടെയാണ് കാപ്പറ്റം? 150 കാപ്പറ്റം ഇങ്ങോട്ട് നിങ്ങളുടെ വകയിൽ വ്യാജമായി കെട്ടിയുണ്ടാക്കി പ്രചരിപ്പിക്കുന്നുവെങ്കിൽ 1500 കാപ്പറ്റങ്ങൾ ഉള്ളിൽ തന്നെ അങ്ങോട്ട് കാണിച്ചാലും ഉള്ളതിന്റെ ഒരു അംശം പോലും ആവില്ല എന്നാണ് വസ്തുത. അവിടെ ഇട്ട ക്ലിപ്പ് നിങ്ങൾ ശ്രദ്ധിക്കുക. അലിബിസഖാബിന്റെ ആ വിശദീകരണം അടക്കം പറയുന്നത് സുന്നികളായ നമ്മൾ ചെയ്യുന്ന കർമാണ് കുനൂത്തും കൂട്ടപ്രാർത്ഥനയും. ഈ കൂട്ടപ്രാർത്ഥനയും കുനൂത്തും ചെയ്താൽ മുജാഹിദ് പറയാ ഇബ്ലീസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണത്. വ്യഭിചാരത്തെക്കാളും ഇഷ്ടപ്പെട്ട കാര്യമാണ് കുനൂത്തും കൂട്ടുപ്രാർത്ഥനയും പിശാചിനെ. അതായത് അതിന്റെ അർത്ഥം കൂട്ടുപ്രാർത്ഥന ചെയ്യുന്നതിലേറെ കുനൂത്ത് ചെയ്യുന്നതിലേറെ നല്ലത് എന്താണ്? വ്യഭിചരിക്കലാണ്. മുജാഹിദിന്റെ നേതാവ് ഈ സമൂഹത്തെ പഠിപ്പിക്കുക. നിങ്ങൾ ചിന്തിക്കണം. അല്ലെങ്കിൽ വ്യഭിചാരത്തെക്കാളും കടുപ്പാണ് ഏത്? കൂട്ടുപ്രാർത്ഥന. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അയാൾ പറയട്ടെ, വെച്ചു കൊടുത്ത് ബാലുശ്ശേരി പറയുന്നു. ഒരു ചിന്മ ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ, ഒരാൾ മദ്യപിക്കുന്നതിനേക്കാൾ, ഒരാൾ പലിശ കൊടുക്കുന്നതിനേക്കാൾ, ഒരാൾ ഈ നിലക്ക് അധർമ്മം പ്രവർത്തിക്കുന്നതിനേക്കാൾ, അളവിലും ദുഃഖത്തിലും കൃത്രിമ പ്രവർത്തിക്കുന്നതിനേക്കാൾ പിശാചിന് ഏറ്റവും ഇഷ്ടം നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടപ്രാർത്ഥനയാകുന്ന ബിദ്അത്ത്, സുബഹിക്ക് ശേഷമുള്ള കുനൂത്താകുന്ന ബിദ്അത്ത്. അത് കേട്ടങ്ങൾ സുബഹിക്ക് ശേഷമുള്ള കുനൂത്ത്. എന്താ ഈ കുനൂത്ത്? എപ്പോഴാ